പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം. പ്രാർത്ഥന ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനിവാര്യമായ ഘടകമാണ്. ക്രിസ്തു ശിഷ്യൻ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് പ്രാർത്ഥനയിൽ തുടർന്നു എന്ന് മാത്രമല്ല, തൻ്റെ ശിഷ്യന്മാരെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അവൻ പരിശീലിപ്പിച്ചു. പ്രാർത്ഥനയുടെ യഥാർത്ഥ രൂപം അവർക്ക് കർത്താവ് നൽകുകയും ചെയ്തു. നാം പ്രാർത്ഥിക്കുന്നവരാണ്, സംശയമില്ല. എന്താണ് പ്രാർത്ഥിക്കുന്നത്? എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? പലപ്പോഴും നാം ഇത് മറന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ട്. പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ അടിസ്ഥാനമാക്കി ഏതാനും ചില ചിന്തകൾ പങ്കിടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, പ്രാർത്ഥന ഒരു ജീവിത ശൈലി ആയിരിക്കണം. പ്രാർത്ഥനയുടെ ഒരു ജീവിത ശൈലി കർത്താവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാം. അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ എന്ന് പറഞ്ഞാൽ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ ദൈവഹിതം അറിയാൻ, ദൈവത്തോട് ചേർന്നിരിപ്പാൻ, പുതുശക്തി പ്രാപിപ്പാൻ കർത്താവ് പ്രാർത്ഥനയിൽ സമയം ചിലവഴിച്ചു. പിന്നീടുള്ള ദിനചര്യകളിലെല്ലാം തന്നെ കർത്താവ് പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിൽ, ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിന് ശേഷം ഒരുമിച്ചുള്ള പ്രവർത്തനത്തിന് ശക്തി ലഭിക്കുവാൻ ശിഷ്യന്മാരോടൊത്ത് പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് കാണാം. വളരെ വളരെ തിരക്കുള്ളപ്പോൾ തിരക്കിൽ നിന്ന് മാറി പ്രാർത്ഥനയ്ക്കായി സമയം കണ്ടെത്തി. യേശുവിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന ഒരു ജീവിത ശൈലി ആയിരുന്നു. എനിക്ക് പ്രാഥമികമായി ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥന ഒരു ജീവിത ശൈലി ആയിരിക്കണം. പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള ജീവിതം പ്രാർത്ഥനയിൽ തുടരുവാൻ നമുക്ക് കഴിയണം. വിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നു, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. പ്രാർത്ഥനയുടെ ശക്തിയും കരുത്തും മനസ്സിലാക്കിയ പൗലോസ് ഓർമ്മിപ്പിക്കുന്നത് തൻ്റെ ജീവിത അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ്. പ്രാർത്ഥനയില്ലാത്ത ക്രിസ്തീയ ജീവിതം അത് ശൂന്യമുള്ളതും അത് ശൂന്യമായതും ഉറപ്പില്ലാത്തതുമാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. ജീവിതത്തിൽ വിജയം വരിച്ച മഹാന്മാരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ ജീവിതം പ്രാർത്ഥനാപൂരിതമായിരുന്നു എന്നും പ്രാർത്ഥനയിലൂടെ ഫലദായകമായ ജീവിതം അവർ നയിച്ചു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന ഗാന്ധിജിയുടെ പ്രാർത്ഥന വളരെ പ്രസിദ്ധമായിരുന്നു. രാജ്യത്തിൻ്റെ സംഘർഷപൂരിതമായ അവസ്ഥയിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ വൈഷമ്യം നേരിട്ട അവസ്ഥയിൽ, ജീവിതത്തിൻ്റെ സാധാരണ അവസ്ഥയിൽ എല്ലാം തന്നെ നമ്മുടെ രാഷ്ട്രപിതാവ് പ്രാർത്ഥനയ്ക്കായി സമയം കണ്ടെത്തിയിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയുടെ വിജയം തന്നെ ആയിരുന്നു. ചരിത്രത്തിൽ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറെ പരാമർശിക്കുന്ന വ്യക്തിയാണ് ജോർജ് മുള്ളർ. ജോർജ് മുള്ളർ തൻ്റെ പ്രവർത്തന മേഖലയിൽ പ്രാർത്ഥനയുടെ ശക്തി വളരെ അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം നടത്തിയിരുന്ന അനാഥാലയത്തെക്കുറിച്ച് നാം കേട്ടിട്ടുള്ളതാണ്. അതൊക്കെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. പലതരത്തിലുള്ള പ്രതിസന്ധികളും തൻ്റെ ശുശ്രൂഷയിൽ ജോർജ് മുള്ളർ അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നു, പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഏറിടുമ്പോൾ തൻ്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് താൻ ചെല്ലുകയും
അവിടെ മുട്ടുകുത്തി ഏറെ നേരം തൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയും ചെയ്യും. യാതൊരു തരത്തിലുള്ള വികാര പ്രകടനവും ഇല്ല. എന്നാൽ തൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയും തൻ്റെ ആവശ്യങ്ങൾ പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിൽ അറിയിക്കുകയും ചെയ്യും. പ്രാർത്ഥനാവീരനായ ജോർജ് മുള്ളറിൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. ജോർജ് മുള്ളറിൻ്റെ പ്രാർത്ഥനാ ശൈലി ജീവിത ശൈലിയായിരുന്നു എന്നും അത് ഏറെ ഫലദായകമായ ശുശ്രൂഷ നിർവഹിക്കുന്നതിന് അദ്ദേഹത്തെ സഹായിച്ചു എന്നും. അബ്രഹാം ലിങ്കനെക്കുറിച്ച് നാം കേട്ടുകാണും. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് മുട്ടിന്മേൽ നിന്ന് അമേരിക്ക ഭരിച്ച പ്രസിഡന്റ് എന്നാണ്. കാരണം അത്രമാത്രം പ്രാർത്ഥനയ്ക്ക് തൻ്റെ ഭരണത്തിൽ പ്രാധാന്യം കൽപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു. മറ്റു രീതിയിൽ പറഞ്ഞാൽ പ്രാർത്ഥന ഒരു ജീവിത ശൈലിയാക്കിയ പ്രസിഡൻ്റായിരുന്നു അബ്രഹാം ലിങ്കൻ. അദ്ദേഹം പറയുന്നു, എന്നേക്കാൾ ശക്തിയുള്ള ഉറവിടത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുന്ന ഒരു കൈവഴി മാത്രമായിരുന്നു എൻ്റെ ജീവിതവും ശുശ്രൂഷയും എന്ന്. ദൈവത്തിൽ നിന്നുള്ള ശക്തിയാണ് ശക്തമായി പ്രവർത്തിക്കുന്നതിന് അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയായിരിക്കേണ്ടത് ക്രിസ്തീയ ജീവിതം നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യം പൂർത്തീകരിക്കുവാൻ നമ്മെ സഹായിക്കും എന്ന് ഇവിടെ യേശുവിൻ്റെ പ്രാർത്ഥനാ ശൈലിയെ അടിസ്ഥാനമാക്കി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. നിശബ്ദമായി നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? പലപ്പോഴും നമ്മെ അലട്ടുന്ന ഒരു ചോദ്യമാണ്. പ്രാർത്ഥന ആരംഭിക്കുന്ന നിമിഷം മുതൽ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുവാൻ ഉള്ള വ്യഗ്രത നമ്മളിൽ വളരെ അധികമാണ് എന്ന് തോന്നിപ്പോകും. ആവശ്യങ്ങൾ അറിയിക്കുന്നതിൻ്റെ മധ്യത്തിൽ നാം വികാരഭരിതരായിത്തീരുകയും ചിലപ്പോഴൊക്കെ വികാര വിക്ഷോഭിതരായിത്തീരുകയും ചെയ്യുന്നത് സാധാരണമാണ്. എന്നാൽ നിശബ്ദമായി നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ദൈവസന്നിധിയിൽ മൗനമായിരുന്ന് ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം പകരുന്ന ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്ന ഒരു സന്ദർഭം പ്രാർത്ഥനയിലുണ്ടോ? പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ പകരുന്നതിൻ്റെ ഇടയിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയാതെ പോകുന്നു എന്നത് പലപ്പോഴും പ്രാർത്ഥനയുടെ ഉത്തരം ശരിയായ രീതിയിൽ ലഭിക്കുന്നില്ല എന്നതാണ് സത്യം. ഹെയ്ഡൻ എന്ന ഗാനരചയിതാവിൻ്റെ അനുഭവം വായിച്ചത് ഓർമ്മ വരുന്നു. അദ്ദേഹം ഗാനരചനയിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ആശയങ്ങൾ വരാതെ അദ്ദേഹത്തിൻ്റെ രചന പൂർത്തീകരിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകും. അപ്പോൾ അദ്ദേഹം അല്പം ദൂരെ മാറി മുട്ടുകുത്തി മൗനമായി ഇരിക്കും. ദൈവചിന്തയിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം നിറയും. ആ മൗനത്തിൽ ദൈവം അദ്ദേഹത്തോട് സംസാരിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നും. പ്രസിദ്ധ ഗാനരചയിതാവായ ഹെയ്ഡൻ പറയുന്നു, ദൈവസന്നിധിയിൽ ഞാൻ മൗനമായി ഇരിക്കുമ്പോൾ പുതുചിന്തകൾ, പുതിയ ആശയങ്ങൾ എനിക്ക് ലഭിക്കുന്നു. എൻ്റെ ഗാനരചന ഏറ്റവും മനോഹരമായി പൂർത്തീകരിക്കുവാൻ, ആ ഗാനം അനേകർക്ക് അനുഗ്രഹപ്രദമായി തീരുവാൻ മുഖാന്തരമായി തീരുന്നു. മറ്റു രീതിയിൽ പറഞ്ഞാൽ ദൈവസന്നിധിയിൽ മൗനമായി ധ്യാനാത്മകമായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർമ്മശേഷിയും പ്രവർത്തന ശക്തിയും ഏറെ വർദ്ധിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഗലീലിയോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനെക്കുറിച്ച് കേൾക്കാത്തവർ ആരും ഉണ്ടായിരിക്കില്ല. ഗലീലിയോ ഒരിക്കൽ തൻ്റെ ജീവിതത്തിൻ്റെ നൈരാശ്യത്തിൽ ഏറെ ദുഃഖത്തോടു കൂടി പിസായിലുള്ള ഒരു കത്തീഡ്രലിലേക്ക് കയറി ചെന്നു. അവിടെ ആ കത്തീഡ്രലിൽ ചെന്ന് അദ്ദേഹം ആ ദേവാലയത്തിൻ്റെ മധ്യഭാഗത്ത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. മൗനമായുള്ള പ്രാർത്ഥന.
ആ ദേവാലയത്തിൽ അദ്ദേഹം മാത്രമാണ് ആ സമയത്തുള്ളത്. ദൈവസന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോഴാണ് ആ ദേവാലയത്തിൻ്റെ 2 വിളക്കുകൾ, തൂങ്ങിക്കിടക്കുന്ന 2 വിളക്കുകൾ ആടുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പെട്ടത്. പെട്ടെന്ന് അദ്ദേഹം ആ വിളക്കുകളിലേക്ക് ശ്രദ്ധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു പുതിയ ശാസ്ത്രചിന്ത ഉരുവിടുകയാണ്, ഒരു ശാസ്ത്രചിന്ത പുറപ്പെടുകയാണ്. മറ്റൊന്നുമല്ല, ഇന്നത്തെ നമ്മുടെ ശാസ്ത്ര വിദ്യാർത്ഥികൾ പഠിക്കുന്ന പെണ്ടുലത്തിൻ്റെ തത്വം ഗലീലിയോ രൂപപ്പെടുത്തിയെടുത്തത് ആ ദേവാലയത്തിലുള്ള മൗനമായ പ്രാർത്ഥനയിൽ, ദേവാലയത്തിൻ്റെ വിളക്കുകൾ തമ്മിൽ ആടുന്ന ആ ചിന്തയാണ്, ആ കാഴ്ചയാണ്. നാം ശാന്തമായി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം നമ്മോട് ഇടപെടുകയും നമുക്ക് പുതിയ പുത്തൻ ആലോചനകൾ, ദർശനം നൽകുകയും ചെയ്യും എന്നത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. യെശയ്യാവ് യോവാവായ സന്ദർഭത്തിൽ ഉസിയ രാജാവ് മരിച്ച സംഭവത്തെക്കുറിച്ച് ചിന്തിച്ച് ദേവാലയത്തിലേക്ക് പോയി. യെശയ്യാവ് ദേവാലയത്തിൽ ചെന്നത് ഉസിയ രാജാവിൻ്റെ മരണത്തിൻ്റെ കാരണം, ശക്തനായ ഉസിയ രാജാവ് എന്തുകൊണ്ട് അകാലത്തിൽ മൃതിയടഞ്ഞു എന്നതിന് ഒരു ഉത്തരം കണ്ടെത്തുവാൻ, ദൈവസന്നിധിയിൽ അതിൻ്റെ കാരണം അന്വേഷിക്കുവാനാണ് ചെന്നത്. അവിടെ യെശയ്യാവ് വാചാലമായി പ്രാർത്ഥിച്ചു എന്ന് നാം കാണുന്നില്ല. മറിച്ച് ദൈവസന്നിധിയിൽ മൗനമായി അദ്ദേഹം നിലകൊണ്ടു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്താണ് സംഭവിച്ചത്? യെശയ്യാവെന്ന ചെറുപ്പക്കാരനെ ഉന്നതമായ ദർശനം ഉണ്ടാകുകയും ദൈവത്തെക്കുറിച്ചുള്ള അവൻ്റെ കാഴ്ചപ്പാട് വ്യക്തതയിലേക്ക്, ഒരു ജീവിത വീക്ഷണത്തിലേക്ക്, പുതിയ ജീവിത വീക്ഷണത്തിലേക്ക് അവനെ നയിക്കുകയും ചെയ്തു. പാപബോധമുളവായി എന്ന് മാത്രമല്ല, ചുറ്റുപാടുകളെക്കുറിച്ചുള്ള അവസ്ഥ മനസ്സിലാക്കുന്നതിനും ദൈവകരങ്ങളിലേക്ക്, ദൈവം വിളിച്ചടുപ്പിക്കുന്ന ശുശ്രൂഷയിലേക്ക് അവനെ തന്നെ സമർപ്പിക്കുന്നതിന്, പ്രവാചക ദൗത്യം ഏറ്റെടുക്കുന്നതിന് മുഖാന്തരമായി തീർന്നു. ദൈവസന്നിധിയിൽ ശാന്തമായി സമയം ചിലവഴിക്കേണ്ടത് വളരെ വളരെ അത്യന്താപേക്ഷിതമായ ഒരു പ്രാർത്ഥനയുടെ ഘടകം തന്നെ ആണ്. എഡ്വിൻ മാർഖാം എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ തൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു തത്വശാസ്ത്രം ഇങ്ങനെ പറയുന്നുണ്ട്. കൊടുങ്കാറ്റുകളുടെ ഉറവിടത്തെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ അത് ആ കൊടുങ്കാറ്റുകൾ ആരംഭിക്കുന്ന ആകാശബിന്ദുവിൽ ഒരു പ്രശാന്ത സുന്ദരമായ ഒരിടമുണ്ട്. ആ പ്രശാന്ത സുന്ദരമായ ഇടത്തിൽ നിന്നാണ് കൊടുങ്കാറ്റ് ആവഹിക്കുന്നത്, കൊടുങ്കാറ്റിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം പറയുന്നു, കൊടുങ്കാറ്റ് പോലെ പ്രവർത്തിക്കുവാൻ ശക്തി നൽകുന്നത് ദൈവമെന്ന ആ നിശബ്ദ സാന്നിധ്യത്തിൽ നിന്നാണ് എന്ന്. കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ പ്രാർത്ഥന കഴിഞ്ഞ് വളരെ ശക്തിയോടുകൂടെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അത്ഭുത പ്രവർത്തനങ്ങളും രോഗസൗഖ്യവും എല്ലാം തന്നെ ഈ പ്രാർത്ഥനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ശക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൗനമായ പ്രാർത്ഥന, നിശബ്ദമായ പ്രാർത്ഥന, അത് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമ്മെ സഹായിക്കും. റെക്കോർഡ് പ്ലെയർ വളരെയധികം സാധാരണമായിരുന്ന ആ കാലഘട്ടത്തിൽ, പഴയ കാലഘട്ടത്തിൽ റെക്കോർഡ് പ്ലെയറുകൾ ഏറിയ പങ്കും, അല്ലെങ്കിൽ പ്രചാരം നേടിയ റെക്കോർഡ് പ്ലെയറുകൾ HMV എന്ന് പറയുന്ന ഒരു കമ്പനി പുറത്തിറക്കുന്നതായിരുന്നു എന്ന് നമുക്ക് അറിയാം. എന്തായിരുന്നു HMV എന്ന് പറയുന്ന ആ കമ്പനിയുടെ മുദ്ര എന്ന് പറയുന്ന എംബ്ലം എന്തായിരുന്നു? ഒരു മൈക്കിന് അരികിൽ ചേർന്നിരിക്കുന്ന ഒരു പട്ടിക്കുഞ്ഞ്. HMV എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ പൂർണ്ണരൂപം ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്നാണ്. ശാന്തമായി യജമാനൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പട്ടിക്കുഞ്ഞ്.
നിശബ്ദമായ പ്രാർത്ഥനയെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുവാൻ വ്യഗ്രത കൊള്ളുന്ന ആ പട്ടിക്കുഞ്ഞ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നിശബ്ദമായ പ്രാർത്ഥനയിൽ ദൈവം നമ്മോട് ഇടപെടുന്നു എന്നതാണ്. അതുകൊണ്ട് നിശബ്ദമായ പ്രാർത്ഥന, ആ പ്രാർത്ഥനാ ശൈലി ദൈവശബ്ദം കേൾക്കുവാൻ നമ്മെ സഹായിക്കുന്നു. പ്രാർത്ഥന ആത്മസമർപ്പണമാണ്. ഏതോ ഒരു ചിന്തകൻ ഈ ആശയത്തെ ഉദ്ദീപിപ്പിക്കുന്ന ഒരു നല്ല സാങ്കല്പിക ഭാവന പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നു. ഒരു ചിത്രകാരൻ ക്യാൻവാസിൽ എന്ത് ചിത്രം വരയ്ക്കണമെന്ന് ക്യാൻവാസല്ല തീരുമാനിക്കുന്നത്, ചിത്രകാരനാണ്. ഒരു നല്ല പിയാനോ വിദഗ്ധൻ ആ പിയാനോയിൽ എന്ത് വായിക്കണമെന്ന് തീരുമാനിക്കുന്നത് പിയാനോയല്ല, പ്രത്യുത പിയാനോ വായിക്കുന്ന സംഗീതജ്ഞനാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആത്യന്തികമായി നാമല്ല, മറിച്ച് വലിയ ശില്പിയായ നമ്മുടെ സൃഷ്ടിതാവായിട്ടുള്ള ദൈവമാണ്. അതുകൊണ്ട് തന്നെ ഓരോ പ്രാർത്ഥനയും ദൈവകരങ്ങളിലേക്കുള്ള സമർപ്പണം ആയിരിക്കണം. ഗാന്ധിജിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്നേഹിത ഉണ്ടായിരുന്നു. ലെസ്റ്റർ എന്നാണ് അവരുടെ പേര്. ശാരീരികമായി വളരെ ക്ഷീണിച്ചിരുന്ന, തളർന്നിരുന്ന ഒരു വ്യക്തി. ജീവിതത്തിൽ ഏറെ പരീക്ഷണയായി തീർന്നു എന്ന് പറഞ്ഞ അവസരത്തിൽ എന്തുകൊണ്ടാണ് വളരെ ചുറുചുറുക്കോടും ഉന്മേഷത്തോടും പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സാമൂഹ്യ പ്രവർത്തകയായ എനിക്ക് ഇങ്ങനെ വന്നത് എന്ന് ഒരവസരത്തിൽ അവർ പരിതപിച്ചു. അവരിങ്ങനെ ചിന്തിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുന്ന അവസരത്തിലാണ് അവരുടെ മനസ്സിൽ പെട്ടെന്ന് ഒരു ചിന്ത കടന്നു വന്നത്. ഒരു വൈക്കോൽ തണ്ട് കടലിൽ വീഴുന്നു. ആ കടലിലെ ഓളത്തിനനുസരിച്ച് ഈ വൈക്കോൽ തണ്ട് ഇങ്ങനെ ഒഴുകി നീങ്ങുന്ന ഒരു കാഴ്ച പെട്ടെന്ന് അവർ മനസ്സിലാക്കി ഒരു വൈക്കോൽ തുറുമ്പ് എങ്ങനെയാണ് കടലിലെ ശക്തിക്കനുസരിച്ച്, ഒഴുക്കിനനുസരിച്ച് നീങ്ങുന്നത്. അതുപോലെയാണ് മനുഷ്യ ജീവിതം എന്ന്. എന്താണ് തൻ്റെ ജീവിതം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക, ആ വലിയ ശക്തി നയിക്കുന്നത് പോലെ ജീവിതം തുടരുവാനായിട്ട് അനുവദിക്കുക. ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ അവൻ സഹായിക്കും. അതാണ് ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ. ലെസ്റ്റർ പറയുന്നു, പിന്നീട് ഒരിക്കലും തൻ്റെ ജീവിതത്തിൻ്റെ ഭാവിയെക്കുറിച്ച് താൻ ചിന്തിച്ച് വ്യാകുലപ്പെട്ടിട്ടില്ല. പ്രാർത്ഥനയിലൂടെ ആ ശക്തി കേന്ദ്രത്തിലേക്ക് തന്നെ സമർപ്പിക്കുകയും അത് ജീവിതത്തിൽ ദൈവത്തിൻ്റെ താളത്തിനൊത്തവണ്ണം ജീവിതം നയിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. പ്രാർത്ഥന ഒരു ആത്മാർപ്പണമാണ്. സ്വയമായി ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുന്ന അവസ്ഥയാണ്. കർത്താവിൻ്റെ പ്രാർത്ഥന നാം നിരീക്ഷിച്ചാൽ അത് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. അതിനുത്തമമായ ഉദാഹരണം ഗെത്സമന തോട്ടത്തിലെ പ്രാർത്ഥന തന്നെയാണ്. ശാരീരികമായും മാനസികമായും ഏറെ ഭാരപ്പെട്ട, ക്ലേശിച്ച കർത്താവ് ജീവിതത്തിൽ എല്ലാം തകർന്നുപോയി എന്ന അവസ്ഥയിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു ജീവിത സാഹചര്യം. ഗെത്സമന തോട്ടത്തിലേക്ക് കയറി ചെന്ന് കല്ലിന്മേൽ തലവെച്ച് പ്രാർത്ഥിക്കുന്നു, പിതാവേ, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന്. പക്ഷേ ആ പ്രാർത്ഥന പൂർത്തീകരിക്കുന്നത്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം തന്നെ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, കർത്താവിൻ്റെ ആ പ്രത്യേക സന്ദർഭത്തിലെ പ്രാർത്ഥന പോലും ദൈവകരങ്ങളിലേക്ക് തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്ന
അനുഭവമായിരുന്നു. എന്താണ് സംഭവിച്ചത്? ആ ക്രൂശ് വഹിപ്പാനുള്ള ശക്തിയും ബലവും ദൈവമായ പിതാവ് കർത്താവിനെ നൽകി. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ കാര്യങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കും, ചോദിച്ചു വാങ്ങുവാൻ തുനിയുന്നവരായിരിക്കും. എന്നാൽ ഏറ്റവും ഉദാത്തമായ പ്രാർത്ഥന എന്ന് പറയുന്നത് ചില ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതല്ല. അതിനേക്കാൾ ഉപരിയായി പ്രാർത്ഥന ദൈവസന്നിധിയിൽ അറിയിച്ചതിന് ശേഷം തിരുഹിതം പോലെ എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ്, ലെസ്റ്ററിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ വലിയ ശക്തിയുടെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുന്ന അനുഭവമാണ് പ്രാർത്ഥന. പ്രാർത്ഥന ആത്മാർപ്പണത്തിൻ്റെ സന്ദർഭമായി നമുക്ക് കണക്കാക്കാം. പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള ബന്ധം ദൃഢീകരിക്കുന്ന അനുഭവമാണ് നൽകുക. അല്ലെങ്കിൽ പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള ബന്ധം ദൃഢീകരിക്കുന്ന ശക്തിയാണ്. കർത്താവ് പലപ്പോഴും ഉപമകളിലൂടെയാണ് സംസാരിച്ചിരുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്ക്കുവാൻ സാധ്യമല്ല. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമാണ് നമുക്ക് ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഓരോ പ്രാർത്ഥനയും ദൈവവുമായിട്ടുള്ള ബന്ധം ദൃഢീകരിക്കുന്നത് ആയിരിക്കണം. കർത്താവിൻ്റെ പ്രാർത്ഥനകൾ വേദപുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ പ്രാർത്ഥനയും പിതാവായ ദൈവവും പുത്രനായ യേശുവും തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കുന്നതാണ് എന്ന്. പ്രത്യേകിച്ച് കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന എന്ന് വിശേഷിപ്പിക്കുന്ന ആ പ്രാർത്ഥനയൊക്കെ ദൈവവും യേശുവും പിതാവും പുത്രനുമായിട്ടുള്ള ബന്ധം ദൃഢീകരിക്കുന്ന പ്രാർത്ഥനയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ പ്രാർത്ഥനയും ദൈവബന്ധം ഉറപ്പിക്കുന്നതിനുള്ള മുഖാന്തരമായി തീരണം. അങ്ങനെയാണെങ്കിൽ ദൈവവും നാമുമായുള്ള ബന്ധം ദൃഢീകരിക്കുന്ന അവസ്ഥയാണ് പ്രാർത്ഥനയെങ്കിൽ പ്രാർത്ഥനയ്ക്ക് എന്ത് മറുപടി ലഭിച്ചു എന്നത് വിഷയമല്ല. മറ്റു രീതിയിൽ പറഞ്ഞാൽ, അദൃഢമായ ബന്ധമുള്ളതുകൊണ്ട് ദൈവം ഉത്തമമായത് നമുക്ക് നൽകും എന്ന് വിശ്വസിക്കുവാനും അങ്ങനെ ആ പ്രാർത്ഥന അനുഗ്രഹമാണ് എന്ന് പറയുവാനും വിശേഷിപ്പിക്കുവാനും നമുക്ക് കഴിയും. ഞാൻ ചിന്തിക്കുന്നത് പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഉത്തമമായ മറുപടി എന്താണ് എന്ന് ചോദിച്ചാൽ, ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന ഉറപ്പാണ്. യേശുവിൻ്റെ ജഡാവതാരത്തിങ്കൽ യേശുവിന് നൽകിയ നാമത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഓരോ പ്രാർത്ഥനയ്ക്കും എന്താണ് മറുപടി ലഭിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന മറുപടിയാണ് ലഭിക്കേണ്ടത്. ഒരുപക്ഷെ സാമ്പത്തികമായ പ്രതിസന്ധിക്കായിരിക്കാം നാം പ്രാർത്ഥിക്കുന്നത്. ജീവിത അനുഭവങ്ങളുടെ ക്ലേശകരമായ അവസ്ഥയിലായിരിക്കാം നാം പ്രാർത്ഥിക്കുന്നത്. ഒരുപക്ഷെ രോഗത്തിനു വേണ്ടി, രോഗസൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകാം നാം. എന്നാൽ ഏറ്റവും ഉത്തമമായ മറുപടി എന്താണ് എന്ന് ചോദിച്ചാൽ, ദൈവം എന്നോട് കൂടെ ഉണ്ട്. നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ ആർ പ്രതികൂലം? ആരാണ് എനിക്ക് പ്രതികൂലമായി നിൽക്കുക? പ്രാർത്ഥനയുടെ മറുപടി, ഉത്തമമായ മറുപടി, ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നതാണ്. യാതൊരു സംശയവും ഇല്ല. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് വിട പറയുന്ന വിടവാങ്ങൽ സന്ദേശം വിശുദ്ധ യോഹന്നാൻ വളരെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുകയാണ്.
പോകുക, യാത്ര പറയുമ്പോൾ നാം ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, ബൈ എന്നാണ്. അതിനെക്കുറിച്ച് പറയുക, ബൈ എന്ന് പറയുന്നത് ഗുഡ് ബൈയുടെ ചുരുക്കം എന്നാണ്. എന്താണ് ഗുഡ് ബൈ എന്ന് പറയുന്നത്? ഗുഡ് ബൈ എന്ന് പറയുന്ന പദം ഗാഡ് ബി വിത്ത് യു എന്ന പദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ചുരുക്കമാണ്. ഗാഡ് ബി വിത്ത് യു. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ദൈവം നമ്മോട് കൂടെ ഇരിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന ഏറ്റവും അർത്ഥവത്തായിത്തീരുന്നത്, അനുഗ്രഹകരമായിത്തീരുന്നത് ദൈവബന്ധം ദൃഢീകരിക്കുമ്പോഴും ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന ഉറപ്പ് ലഭിക്കുമ്പോഴും ആണ്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ നമുക്ക് ശോധന ചെയ്യാം. പ്രാർത്ഥനയുടെ ഒരു ജീവിത ശൈലി നമുക്കുണ്ടോ? ദൈവസന്നിധിയിൽ മൗനമായിരുന്ന് ദൈവശബ്ദം കേൾക്കുവാനുള്ള ഒരു സന്നദ്ധത, മൗനമായിരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഉണ്ടോ? പ്രാർത്ഥനയിലൂടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ ലെസ്റ്റർ പറയുന്നത് പോലെ ആ വലിയ ശക്തിയിലേക്ക് നമ്മെ തന്നെ പകരുവാൻ, ആ ശക്തി നിയന്ത്രിക്കുന്ന അവസ്ഥയിൽ ജീവിതയാത്ര തുടരുവാൻ ഒരു ആത്മാർപ്പണത്തിൻ്റെ സമയം പ്രാർത്ഥനയിൽ നമുക്കുണ്ടോ? ഓരോ പ്രാർത്ഥനയും ദൈവവുമായിട്ടുള്ള ബന്ധം ദൃഢീകരിക്കുന്നതാണോ? എന്ത് മറുപടിയാണ് പ്രാർത്ഥനയിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നത്? ഭൗതികമായ നേട്ടങ്ങളോ മാനസികമായ ശാന്തിയും സുഖവും മാത്രമാണോ? പ്രാർത്ഥനയ്ക്കുള്ള ഏറ്റവും ശ്രേഷ്ഠമായ മറുപടി ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നാണ്. അവൻ്റെ കരങ്ങളിൽ നമുക്ക് ആശ്രയിക്കാം. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയായി തീരട്ടെ. അങ്ങനെ അർത്ഥവത്തായ ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു.